നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രധാന ഒരു ചോദ്യമാണ് ഏറ്റവും ജോലി സാധ്യതയിൽ ടോപ്പ് ബെസ്റ്റ് പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ എന്നത്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്ന ഒരു ആശയക്കുഴപ്പത്തിലുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോബ് വേക്കൻസി കൂടുതലുള്ള അതും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന് വേണ്ട പ്രധാന ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കോഴ്സുകൾ തന്നെയാണ്. അതാണ് ഏറ്റവും നല്ലത്. ഒരു വിദ്യാർത്ഥി പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ വളരെ ഈസി ആയിട്ട് ഇന്ത്യയിലും വിദേശ രാജ്യത്തും ജോലി നേടാൻ സാധിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ കോഴ്സുകൾ പരിചയപ്പെടാം. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതായത് MIT. ഈ കോഴ്സ് പ്രധാനമായും അറിയേണ്ടത് സ്കാനിംഗ്, റേഡിയേഷൻ, എക്സ്റേ, റേഡിയോതെറാപ്പി മുതലായവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒരു ഡോക്ടർ രോഗിയുടെ ആരോഗ്യാവസ്ഥ മനസ്സിലാക്കുന്നതിനായിട്ട് പല ടൈപ്പ് ഓഫ് സ്കാനിങ്ങുകളും എക്സ്റേയൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. ഉദാഹരണത്തിനായി CT സ്കാൻ, MRI സ്കാൻ, അൾട്രാസോണിക് എക്സ്റേ തുടങ്ങിയ അങ്ങനെ ധാരാളം ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മെഡിക്കൽ മേഖലയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് സ്ട്രീം എന്ന് പറയുന്നത് വളരെയധികം ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണ്. അടുത്തതായി MLT, മെഡിക്കൽ ലാബ് ടെക്നോളജി. പല അസുഖങ്ങളായി വരുന്ന രോഗികൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ് ലാബ് ടെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരാൻ പറയുന്നത്. ഈ ലാബ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലും ഹോസ്പിറ്റലിന് പുറത്തും ധാരാളം മെഡിക്കൽ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് ലഭിക്കുന്നത്. MITയും MLTയും പഠിച്ചു ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള സ്കാനിങ് സെൻറ്ററുകളും ലാബ് യൂണിറ്റിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് പുറത്തുള്ള ലാബുകളിലും സ്കാനിങ് സെൻറ്ററുകളിലും ജോലി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലും വിദേശ രാജ്യത്തുമായിട്ട് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ധാരാളം യൂണിറ്റുകളുണ്ട്. അടുത്തത് അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, AT and OT. ഈ കോഴ്സ് BSc ഡിഗ്രി ആയിട്ട് പഠിക്കണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള അയൽ സംസ്ഥാനങ്ങളിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അവിടെയാണ് കോളേജുകൾ ഉള്ളത്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് കോളേജുകളിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലുകളിലെ ഓപ്പറേഷൻ തിയേറ്റർ യൂണിറ്റുകളിലായിരിക്കും ജോലി ചെയ്യുന്നത്. വളരെ സാലറിയോടുകൂടി ഉയർന്ന സാലറിയിൽ ഇന്ത്യയിലും വിദേശ രാജ്യത്തിലും ധാരാളം അവസരങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു സിംഗിൾ ഡിഗ്രിയിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കുന്ന ഒരു റെയർ കാറ്റഗറി ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സാണ് അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. അടുത്തത് റെനൽ ഡയാലിസിസ് ടെക്നോളജി. ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്ന മറ്റൊരു കോഴ്സാണ് റെനൽ ഡയാലിസിസ് ടെക്നോളജി. ഡയാലിസിസ് ലാബുകൾ ഉള്ള വളരെ കുറച്ച് കോളേജുകളിൽ മാത്രമേ ഈ കോഴ്സ് പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്. ഇന്ത്യയിലും വിദേശ രാജ്യത്തുമായിട്ട് ധാരാളം പേഷ്യൻസ് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പുതിയതായി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഡയാലിസിസ് യൂണിറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ധാരാളം അവസരങ്ങൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് കാർഡിയാക് കെയർ ടെക്നോളജി, അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഇത് രണ്ടും രണ്ട് കോഴ്സാണ്. കാർഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണ്. കാർഡിയോളജിയുള്ള ഹോസ്പിറ്റലുകളിലും കാത്ത് ലാബ് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകൾ ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രീമിയം കാറ്റഗറി അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സാണ് ഇത്. കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുന്നത് പ്രീമിയം കാറ്റഗറി ഓഫ് കോളേജുകളിൽ മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത് റെയർ കാറ്റഗറി ഓഫ് പ്രീമിയം മെഡിക്കൽ കോളേജുകളിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇവയൊക്കെയാണ് പ്രധാന ബെസ്റ്റ് പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇവ കൂടാതെ ധാരാളം പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ ഉണ്ട്. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ധാരാളം കോഴ്സുകൾ ധാരാളമുണ്ട്. നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയും ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് അറിയാനും അതിൻ്റെ അഡ്മിഷൻ നേടാനും
താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക്